ഓക്കെ, അപ്പം ഗുഡ് ഈവനിങ് എവരിവൺ. നമ്മൾ ഇന്ന് സർവേയിങ്ങിന്റെ ആദ്യത്തെ സെക്ഷനാണ്. ഓക്കെ, വളരെ സിവിൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മൾ കേരള PSC എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഒരു ഭാഗം തന്നെയാണ് സർവേയിങ്. അപ്പം നല്ല രീതിയിൽ തന്നെ നമ്മളത് പഠിക്കാനുണ്ട്. അപ്പം ഇന്ന് നമ്മൾ ബേസിക് ആയിട്ട് സർവേയിങ്ങിന്റെ ഇൻട്രൊഡക്ഷനും അതേപോലെ നമുക്ക് ചെയിൻ സർവേയും സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, സർവേയിങ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? ഒരു വെർട്ടിക്കൽ പ്ലെയിനിലും അതേപോലെ തന്നെ ഹൊറിസോണ്ടൽ പ്ലെയിനിലും നമ്മൾ ഒരു ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഇതൊരു മാപ്പിലേക്കൊക്കെ പ്ലോട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് എന്ത് സർവേയിങ് എന്ന് പറയുന്നത്. മേക്കിംഗ് മെഷർമെന്റ്സ് ഓഫ് ഒബ്ജക്ട്സ് ഇൻ ഓർ എബവ് or below the surface of the earth in order to represent their relative position in paper. ഒരു പോയിന്റിലെ നമ്മളൊരു പേപ്പറിലേക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് അതിന്റെ പൊസിഷൻ നമ്മളൊരു മാപ്പിലേക്ക് കണ്ടുപിടിക്കുന്നതാണെന്ന് സർവേയിങ് എന്ന് പറയുന്നത്. അത് ഒരു ചിലപ്പം ഒരു ഏരിയന്റെ മാപ്പ് പ്ലോട്ട് ചെയ്യാൻ അങ്ങനെ അപ്പൊ ആ ഏരിയന്റെ മാപ്പ് പ്ലോട്ട് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു സ്ഥലത്ത് വരുന്ന എല്ലാ ഒബ്ജക്ട്സിന്റെയും, അതായത് ബിൽഡിംഗ് ആയിക്കോട്ടെ, മരം ആയിക്കോട്ടെ, കുളം ആയിക്കോട്ടെ, ഇതെല്ലാം എവിടെയാണ് എന്ന് കറക്റ്റ് നമ്മൾ ആ ഒരു ഡ്രോയിങ്ങിലേക്ക് എത്തിക്കണ്ടേ. ഒരു മാപ്പ് പ്ലോട്ട് ചെയ്യാൻ അങ്ങനെ എന്തിനും നമ്മൾ എന്ത് ചെയ്യുന്നതാണ് ഈ ഒരു സർവേ ആണ് ചെയ്യുന്നത്. അപ്പം സർവേയിങ്ങിന് എന്തൊക്കെ വരുന്നുണ്ട്? ആംഗുലർ അതേപോലെ തന്നെ ലീനിയർ മെഷർമെന്റ്സ് ആണ് എടുക്കാറ്. നമ്മൾ ലെങ്ത് അളക്കാറുണ്ട്, അതേപോലെ തന്നെ ഒരു ലൈനിൽ നിന്നുള്ള ആംഗിൾ നമ്മൾ എടുക്കാറുണ്ട്. ഈ രണ്ട് മെഷർമെന്റ്സ് ഉപയോഗിച്ചാണ് നമ്മൾ ഇതെല്ലാം എടുക്കുന്നത്, അല്ലെ? അപ്പം ഈ ഒരു സർവേയിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? മാപ്പ് പ്രിപ്പയർ ചെയ്യുക, അതേപോലെ തന്നെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക, അതേപോലെ നമുക്ക് എന്തെങ്കിലും ഒരു ബിൽഡിങ്ങിനൊക്കെ സെറ്റിംഗ് ഔട്ടിന് വേണ്ടിയിട്ട്, അതായത് ഒരു പ്ലാൻ നമുക്ക് ആ പ്ലോട്ടിലേക്ക് കൊണ്ടുവരണമെങ്കിലും ഇതും എന്താണ് സർവേയിങ്ങിലൂടെ ചെയ്തിരിക്കുന്നത്. ഒരു ഏരിയന്റെ മാപ്പ് പ്രിപ്പയർ ചെയ്യുക, ഒരു അറിയാത്ത ഒരു സ്ഥലത്തെ ഏരിയ കണ്ടുപിടിക്കുക. നമ്മുടെയൊക്കെ സർവേ ക്യാമ്പിൽ ഏരിയ ആയിരുന്നു കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്, അല്ലെ? പിന്നെ എന്ത് ചെയ്യാം? സെറ്റിംഗ് ഔട്ട് ചെയ്യുക. നമ്മുടെ ബിൽഡിങ്ങിനൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അറിയാവുന്ന ഒരു ഡ്രോയിങ്ങിനെ നമുക്ക് സെറ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ജിൻഡോ, ഏരിയ കാൽക്കുലേഷൻ ഒക്കെ റെഡി അല്ലായിരുന്നോ? സർവേ ക്യാമ്പ് റെഡി അല്ലേ? ഓക്കെ ഓക്കെ. അപ്പം ലെവലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഓർത്തോളാം, ഈ സർവേയിങ്ങിന്റെ ഒരു ബ്രാഞ്ച് തന്നെയാണ് ലെവലിംഗ്. നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനിലാണ് മെഷർമെന്റ് എടുക്കുന്നത്. അതായത് സർഫേസിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഡേറ്റയിൽ നിന്ന് എത്ര ഉയരത്തിലാണ് അല്ലെങ്കിൽ എത്ര താഴ്ചയിലാണ്, അതേപോലെ തന്നെ വെർട്ടിക്കൽ ആംഗിൾ ഒക്കെ എടുത്ത് ഒരു വെർട്ടിക്കൽ പ്ലെയിനിൽ ആ പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്ത്? ലെവലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡിവിഷൻസ് ഓഫ് സർവേ, സർവേന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. മെയിൻലി നമുക്ക് രണ്ട് രീതിയിൽ ഈ സർവേനെ ഡിവൈഡ് ചെയ്യാം. പ്ലെയിൻ സർവേയും അതേപോലെ തന്നെ ജിയോഡന്റിക് സർവേയും. ഓക്കെ, അപ്പം ഭൂമിയുടെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കറക്റ്റ് സ്ഫിയർ അല്ല, ഒരു എന്താണ് ഒബ്ലേറ്റ് സ്പിറോയിഡ് അല്ലെങ്കിൽ എലിപ്സോയിഡ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്, അല്ലെ? അപ്പം അതിനകത്ത് പോളാർ ആക്സിസ് ആണോ ഇക്വറ്റോറിയൽ ആക്സിസ് ആണോ വലുത്? കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയില്ല, ഈ ആക്സിസ് ആണ് പോളാർ ആക്സിസ്, ഇതാണ് ഇക്വറ്റോറിയൽ ആക്സിസ്. ഓക്കെ, എന്റെ ഫിഗറിൽ നിന്ന് അത് പെട്ടെന്ന് കിട്ടും. ശരിക്കും ഭൂമിയുടെ അവസ്ഥയാണെങ്കിലും ഏത് ആക്സിസ് ആണ് വലുത്? ഇത് ഇക്വറ്റോറിയൽ ആക്സിസ്, ഇത് പോളാർ ആക്സിസ്. നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും കണക്ട് ചെയ്യുന്ന പോളാർ ആക്സിസ്, ഇക്വേറ്റർ കൂടെ പോകുന്നതാണ് ഇക്വറ്റോറിയൽ ആക്സിസ്. അപ്പം ഇക്വേറ്റോറിയൽ ആക്സിസ് ആണ് വലുത്. ഏതാണ്ട് ഒരു 42.9 കിലോമീറ്റർ മാത്രമാണ് ഇൻക്രീസ്. പോളാർ ആക്സിസിനേക്കാളും ഒരു 42.9 കിലോമീറ്റർ കൂടുതലാണ് ഇതിന്, ഇക്വറ്റോറിയൽ ആക്സിസിന്. അതുകൊണ്ടാണ് നമ്മൾ ആ ഭൂമിയുടെ ഷേപ്പ് എന്ന് പറയുന്നത് സ്ഫിയർ ആയിട്ടല്ല പറയുന്നത്, അല്ലെ? എലിപ്സോയിഡ് അല്ലെങ്കിൽ ഒബ്ലേറ്റ് സ്പിറോയിഡ് എന്നൊക്കെയാണ് നമ്മൾ അതിനെ ഷേപ്പ് ആയിട്ട് പറയുന്നത്. സ്പിറോയിഡ് അല്ലെങ്കിൽ ജിയോയിഡ് അല്ലെങ്കിൽ എലിപ്സോയിഡ്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇനി നമ്മൾ ഈ ഭൂമിയുടെ ഈ ഒരു സർഫസ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളൊരു ഗ്രൗണ്ട് ഒക്കെ പോയാലും ആ ഗ്രൗണ്ടിന്റെ സർഫസ് എന്ന് പറയുന്നത് ശരിക്കും പ്ലെയിൻ ആണോ? അല്ല, അതൊരു ശരിക്കും ഒരു ആർച്ചിന്റെ ഭാഗമാണ്, അല്ലെ? കറക്റ്റ് ഒരു പ്ലെയിൻ അല്ല, ഒരു ആർച്ചിന്റെ ഭാഗമാണ്. ഇങ്ങനെ നമ്മൾ ഈ ഒരു കർവേച്ചർ, എർത്തിന്റെ കർവേച്ചർ കൺസിഡർ ചെയ്യുന്ന സർവേനാണ് നമ്മൾ എന്ത് പറയുന്നത്? ജിയോഡന്റിക് സർവേ എന്ന് പറയുന്നത്. കർവേച്ചർ ഓഫ് എർത്ത് ഈസ് കൺസിഡർഡ്. ഓക്കെ, ഇവിടെ കർവേച്ചർ കൺസിഡർ ചെയ്യാത്ത തരം സർവേ ആണ് എന്ത്? പ്ലെയിൻ സർവേ എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വരും. ദി സർവേ ഇൻ വിച്ച് ദി കർവേച്ചർ ഓഫ് ദി എർത്ത് ഇസ് നോട്ട് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. ഓപ്ഷൻസ് ആയിട്ട് ജിയോഡന്റിക്, പ്ലെയിൻ, കഡസ്റ്റൽ, അങ്ങനെ പല സർവേന്റെ പേര് വരാം. ഏതാണ്? പ്ലെയിൻ സർവേ. റെഡി ആണോ? ഓക്കെ,
അപ്പൊ നമ്മൾ ചില കേസിൽ ഇതിനകത്ത് കൂടുതൽ ആക്യുറേറ്റ് ഏതായിരിക്കും എന്ന് പറയോ? കൂടുതൽ ആക്യുറേറ്റ് ഏതായിരിക്കും? കൂടുതൽ ആക്യുറേറ്റ് ഏതായിരിക്കും? ഓക്കെ, ജിയോഡെന്റിക് സർവേ ആയിരിക്കണം കൂടുതൽ ആക്യുറേറ്റ് അല്ലെ? അപ്പൊ കൂടുതലും ഈ ജിയോഡെന്റിക് സർവേ ചെയ്യുന്നത് പ്ലെയിൻ ആണ് ആക്യുറേറ്റ് ഓടിക്കുന്നത്. കൂടുതൽ ആക്യുറേറ്റ് എന്ന് പറയുന്നത് ജിയോഡെന്റിക് സർവേ ആണ്. ഓക്കെ, നമ്മൾ ചെയ്യാറുള്ള പ്ലെയിൻ സർവേ ആണ്, പക്ഷെ അത് ആ ചെറിയ ഏരിയ ആയതുകൊണ്ടാണ് നമ്മൾ പ്ലെയിൻ സർവേയിലേക്ക് ഒതുങ്ങിപ്പോയത് കേട്ടോ. ആക്യുറേറ്റ് എന്ന് പറയുന്നത് ജിയോഡെന്റിക് സർവേ ആണ്. അത് ചെയ്യുന്നത് സർവേ ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. നമ്മൾ ഈ GTS ബെഞ്ച് മാർക്ക് ഒക്കെ ഇല്ലേ, അതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വളരെ ആക്യുറേറ്റ് ആയിട്ട് കിട്ടേണ്ട റീഡിങ്ങിന്റെ ഒക്കെ കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജിയോഡെന്റിക് സർവേ ചെയ്യുന്നത്. കൂടുതലും നമ്മുടെ സർവേ ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും അത് ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് ഓർത്തേക്ക് കേട്ടോ. ആശിക്കേ മനസ്സിലായില്ലേ? പ്ലെയിൻ സർവേ ആണ് നമ്മൾ ചെയ്യുന്നത്, പക്ഷെ അതൊരു ലിമിറ്റഡ് ഏരിയ ആകുമ്പോൾ മാത്രമാണ്. അപ്പം എത്ര ഏരിയ വരെ എത്തുമ്പം നമുക്ക് ഈ പ്ലെയിൻ സർവേ ചെയ്യാൻ പറ്റും? പ്ലെയിൻ സർവേ എന്ന് പറയുന്നത് പല ആൻസർ കേൾക്കാം. 258 കിലോമീറ്റർ സ്ക്വയർ ഏരിയ വരെ നമ്മൾ പ്ലെയിൻ സർവേ ചെയ്താലും അധികം തെറ്റൊന്നുമില്ല. നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് 258 കിലോമീറ്റർ സ്ക്വയറിനേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഏരിയ അണ്ടർ കൺസിഡറേഷൻ എന്ന് പറയുന്നത് 258 കിലോമീറ്റർ സ്ക്വയറിനേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ ജിയോഡെന്റിക് സർവേ ആണ് ചെയ്യേണ്ടത്. ഏരിയ ലെസ് ദാൻ 258, ചില കേസിൽ 260 എന്ന് പറയാം, 250 എന്നും പറയാം. ഇതിനടുത്തായിട്ടൊരു ഓപ്ഷൻസ് ഒന്നും വരാറില്ല. ഈ 3 വാല്യൂസ് ആണ് വരാറ്. അപ്പം ആ റേഞ്ചിന്റെ ഉള്ളിലാണ് നമ്മുടെ ഏരിയ എങ്കിൽ ഓർത്തോള പ്ലെയിൻ സർവേ ആണ് ചെയ്യുന്നത്. ഇനി വേറൊരു രീതിയിലും കൂടെ ഓർക്കാം. 100 സ്ക്വയർ മൈൽ, 258 കിലോമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ 100 മൈൽ സ്ക്വയർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്ലെയിൻ സർവേ തന്നെ ചെയ്താൽ മതി. ഒരു കൺവേർഷൻ ആട്ടോ, ഒന്ന് ഓർത്താൽ മതിയേ. ഓക്കെ, ഇനി പ്ലെയിൻ സർവേയിലും അതേപോലെ തന്നെ ജിയോഡെന്റിക് സർവേയിലും വരുന്ന ഒരു മാറ്റം. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പ്ലോട്ടാ ഉള്ളതെന്ന് വിചാരിച്ചോളാം. പല ട്രയാങ്കിൾസ് ആയിട്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ചെയിൻ സർവേ ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലോട്ടിനെ പല ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ് ആണ് എന്ത്? ട്രയാങ്കുലേഷൻ. ചെയിൻ സർവേന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ട്രയാങ്കുലേഷൻ ആണ്. ഞാൻ അവിടെ എത്തുമ്പോൾ ഒന്നും കൂടെ പറയും, ഒന്നും കൂടെ നിങ്ങൾ ഓർത്തോണം. അപ്പൊ ഞാൻ ജസ്റ്റ് ഈ ഒരു പ്ലോട്ടിനെ പല ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പം പ്ലെയിൻ സർവേയില് ഈ ട്രയാങ്കിൾസ് ഒക്കെ എന്താണ്? പ്ലെയിൻ ട്രയാങ്കിൾസ് ആയിരിക്കും. ജിയോഡെന്റിക് സർവേയില് ആ കൺസിഡർ ചെയ്തിരിക്കുന്ന ഓരോ ട്രയാങ്കിൾ എന്തായിരിക്കണം? സ്ഫെരിക്കൽ ട്രയാങ്കിൾസ് ആയിരിക്കണം. ഓക്കെ, അതായത് ആ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ ആയിരിക്കില്ല, ഒരു ഇങ്ങനത്തെ ഒരു ഷേപ്പ് ഉണ്ടാവും, ചെറിയൊരു ഷേപ്പ് വ്യത്യാസം ഉണ്ടാവും എന്ന് ഓർത്തോളാം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. കുറെ കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ളത് ജിയോഡെന്റിക് ആണ് ചെയ്യുന്നത്, സർവേ ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇനി ഓർക്കാനുള്ളത്, നമ്മൾ പ്ലെയിൻ സർവേയില് ശരിക്കും ഒരു പ്രതലം ഇങ്ങനെയാണെങ്കിലും നമ്മൾ ഈ രീതിയിലാണ് മെഷർ ചെയ്യുക അല്ലെ? അതാണ് നമ്മൾ പ്ലെയിൻ ആയിട്ട് എടുത്തേക്കുന്നത്. അപ്പം ഈ ഒരു ലെങ്തിനെയാണ് നമ്മൾ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത്. ഇത് അതിന്റെ കോഡ് ലെങ്ത്. അപ്പം ഇതിന്റെ വ്യത്യാസം ഒന്ന് പഠിക്കണം. അപ്പം ഈ ആർക്ക് ലെങ്തും കോഡ് ലെങ്തും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ 10 സെന്റിമീറ്റർ ഫോർ എവരി 18.3 കിലോമീറ്റർ. ആർക്ക് ലെങ്ത് 18.3 കിലോമീറ്റർ പോകുമ്പോഴത്തേക്കും ഈ കോഡ് ലെങ്തിൽ വരുന്ന ഒരു മാറ്റം എന്ന് വെച്ചാൽ 10 സെന്റിമീറ്റർ മാത്രമാണ്. അതായത് ഇതിന്റെ കൂടെ ഒരു 10 സെന്റിമീറ്റർ കൂടെ ഒരു ഇൻക്രിമെന്റ് ചെയ്താലേ ശരിക്കും നമുക്ക് ആ കോഡ് ലെങ്ത് കിട്ടത്തുള്ളൂ. അപ്പം ഇതാണ് കോഡ് ലെങ്തും ആർക്ക് ലെങ്തും തമ്മിലുള്ള ചേഞ്ച്. മനസ്സിലായല്ലോ? കോഡ് ലെങ്ത് ആൻഡ് ആർക്ക് ലെങ്ത്. ഓക്കെ, ഇനി അടുത്ത ഞാനിവിടെ പറഞ്ഞു നമ്മള് പ്ലെയിൻ ട്രയാങ്കിളും സ്ഫെരിക്കൽ ട്രയാങ്കിൾസും ആയിട്ട് നമുക്ക് എടുക്കാം അല്ലെ? അപ്പം അതിനകത്തുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ സം ഓഫ് ഇന്റേണൽ ആംഗിൾസ്. സം ഓഫ് ഇന്റേണൽ ആംഗിൾസ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി 1 സെക്കൻഡ്. അതായത് പ്ലെയിനിലും സ്ഫെരിക്കൽ ട്രയാങ്കിളിലും സം ഓഫ് ഇന്റേണൽ ആംഗിൾ തമ്മിലുള്ള ഡിഫറൻസ്, ഞാൻ ആ ഫ്ലോയിൽ അങ്ങനെ അങ്ങ് പറഞ്ഞു പോയി, മനസ്സിലായല്ലോ അല്ലെ? രണ്ടിലും തമ്മിൽ ഇന്റേണൽ ആംഗിൾസിൽ വരുന്ന മാറ്റം 1 സെക്കൻഡ് ഫോർ
195 കിലോമീറ്റർ സ്ക്വയർ. 195 കിലോമീറ്റർ സ്ക്വയർ ഉള്ള നമ്മൾ ട്രയാങ്കിൾ എടുത്തു കഴിയുമ്പോൾ അതിന്റെ സം ഓഫ് ഇന്റേണൽ ആംഗിൾസ് പ്ലെയിനും സ്ഫെറിക്കലും തമ്മിൽ വരുന്നത് 1 സെക്കൻഡ് ആണ്. 1 സെക്കൻഡ്. ഓക്കെ അല്ലേ? 195.5. അപ്പം ഇവിടെ നിന്ന് പ്ലെയിൻ സർവേയിലും ജിയോഡന്റിക് സർവേയിലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. 3 വാല്യൂസ് ആയിരുന്നു ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഏതൊക്കെയായിരുന്നു? ആദ്യം ഏരിയ കൺസിഡർ ചെയ്യേണ്ടത് 258 കിലോമീറ്റർ സ്ക്വയർ വരെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്ലെയിൻ സർവേ ചെയ്യാം. പിന്നെ ഓർക്കാനുള്ളത് 2 ഡിഫറൻസുകളാണ്. ഒന്ന് കോഡ് ലെങ്ത്തും അതേപോലെ തന്നെ ആർക്ക് ലെങ്ത്തും തമ്മിലുള്ള മാറ്റം. 10 സെന്റിമീറ്റർ ഫോർ 18.3 കിലോമീറ്റർ. നോട്ട് ചെയ്തോ? പിന്നെ സ്ഫെറിക്കൽ ട്രയാങ്കിൾ ഞാൻ പറഞ്ഞു, പ്ലെയിൻ ട്രയാങ്കിളും പറഞ്ഞു. അപ്പം ഈ രണ്ടെണ്ണം എടുത്തു കഴിയുമ്പോഴത്തേക്കും സ്ഫെറിക്കൽ ട്രയാങ്കിളിന് പ്ലെയിൻ ട്രയാങ്കിളിനേക്കാളും എത്ര കൂടുതലുണ്ട്? ആ വ്യത്യാസം എന്ന് പറയുന്നത് 1 സെക്കൻഡ് ഫോർ 195.5 കിലോമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പം ഇതാണ് ജിയോഡന്റിക് സർവേയും പ്ലെയിൻ സർവേയും. ഒരു ബേസിക് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് ഇത്. നമ്മളിവിടെ ഈ ഒരു പോളാർ ആക്സിസും ഇക്വറ്റോറിയൽ ആക്സിസും ഒക്കെ പറഞ്ഞു അല്ലെ. അങ്ങനെ ഭൂമിയുടെ സർഫസിൽ നിന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിനാണ് ജിയോമെട്രിക്സ് എന്ന് പറയുന്നത് കേട്ടോ. ജിയോമെട്രിക്സ്. ജിയോഡന്റിക്കും ജിയോമെട്രിക്കും തമ്മിലൊന്ന് റിലേറ്റ് ചെയ്തേക്കരുത്, ഒന്ന് മനസ്സിലാക്കി കേട്ടോ. ജിയോമെട്രിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഭൂമിയുടെ സർഫസിനെ കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇതേപോലെ ഈ പോളാർ ആക്സിസ്, ഇക്വറ്റോറിയൽ ആക്സിസ്, റേഡിയസ് എത്രയാണ്, അപ്പം അങ്ങനത്തെ കാര്യങ്ങളുടെ എല്ലാം പഠനമാണ് എന്ത് ജിയോമെട്രിക്സ് എന്ന് പറയുന്നത്. കളക്ഷൻ, അനാലിസിസ് ആൻഡ് ഇന്റർപോളേഷൻ ഓഫ് ഡേറ്റാസ് റിലേറ്റിംഗ് ടു ദി സർഫസ് ഓഫ് ദി എർത്ത്. ഓക്കെ, അതിനാണ് ജിയോമെട്രിക്സ് എന്ന് പറയുന്നത്. അടുത്തതിലേക്ക് പോട്ടെ. ക്ലാസിഫിക്കേഷൻ ആണ്. നമ്മൾ ഏത് ഫീൽഡിലാണ് നമ്മൾ ഈ സർവേ നടത്തുന്നതിനനുസരിച്ച് നമുക്ക് 3 രീതിയിൽ അതിനെ ക്ലാസിഫൈ ചെയ്യാം. നേച്ചർ ഓഫ് ഫീൽഡ്, ഏത് സ്ഥലത്താണ് ചെയ്യുന്നത്. ലാൻഡ്, അതേപോലെ ഹൈഡ്രോഗ്രാഫിക്, ആസ്ട്രോണോമിക്കൽ. ലാൻഡ് സർവേ എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? നമ്മൾ നിലത്താണ് ചെയ്യേണ്ടത് അല്ലെ. ഹൈഡ്രോഗ്രാഫിക് എന്ന് പറയുമ്പോൾ വെള്ളത്തിലാണ് ചെയ്യേണ്ടത്. വാട്ടറിന്റെ ഫീച്ചേഴ്സ്, അതേപോലെ തന്നെ വെള്ളത്തിന്റെ ഡെപ്ത് എത്രയാണ്, സീയുടെ ഓഷ്യന്റെ ഡെപ്ത് എത്രയാണെന്നൊക്കെ കണ്ടുപിടിക്കുന്നത് ഏതാണ്? ഹൈഡ്രോഗ്രാഫിക് സർവേ ആണ്. ആസ്ട്രോണോമിക്കൽ സർവേ എന്ന് പറയുമ്പോഴത്തേക്കും ഈ സ്പേഷ്യൽ ആയിട്ടുള്ള സ്പേസ് അല്ലെങ്കിൽ എയറിന്റെ അറ്റ്മോസ്ഫിയറിലുള്ള കാര്യങ്ങൾ, അതിന്റെ ഹൈറ്റും കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ സ്പേഷ്യൽ ആയിട്ടുള്ള സാറ്റലൈറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നതാണ് ആസ്ട്രോണോമിക്കൽ സർവേ. നമ്മൾ നോക്കാനുള്ളത് എന്താണ്? ലാൻഡ് സർവേ ആണ്. ലാൻഡ് സർവേ തന്നെ നമുക്ക് 3 പഠിക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ബാക്കി കുറച്ചെണ്ണം ഉണ്ട്, അത് നമുക്കിനി ഇപ്പുറത്ത് വരുന്നുണ്ട്. അതിന്റെ പർപ്പസ് അനുസരിച്ച് നമുക്ക് കുറച്ചെണ്ണം കൂടെ പഠിക്കാം. ടോപ്പോഗ്രഫിക്കൽ സർവേ എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം മനസ്സിൽ വരേണ്ടത്? ടോപ്പോഗ്രഫി എന്ന് പറയുമ്പോഴത്തേക്കും കുന്നും മലയും പുഴകളും ഒക്കെയാണ് മനസ്സിൽ വരേണ്ടത് അല്ലെ. ഭൂമിയുടെ സർഫസിലുള്ള കുന്ന്, മല, പുഴ, ഇതൊക്കെയാണ് എന്തിൽ വരിക? ടോപ്പോഗ്രഫിയിൽ വരിക. അപ്പം അങ്ങനെ ഭൂമിയുടെ സർഫസിലുള്ള നാച്ചുറൽ ഫീച്ചേഴ്സിനെ കുറിച്ചുള്ള പഠനമാണ്. നാച്ചുറൽ ഫീച്ചേഴ്സിനെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? ടോപ്പോഗ്രഫിക്കൽ സർവേ. ഓക്കെ, അടുത്തത് സിറ്റി സർവേ. സിറ്റി സർവേ നമ്മൾ എവിടെയാണ് നടത്തേണ്ടതെന്ന് ഓർത്താൽ പെട്ടെന്ന് കിട്ടും. സിറ്റി സർവേ നമ്മൾ എവിടെയാണ് നടത്തേണ്ടത്? സിറ്റി സർവേ നമ്മൾ എവിടെയായിരിക്കും നടത്തേണ്ടത്? സിറ്റിയിൽ അല്ലെ. അപ്പം അവിടെ നമ്മൾ നടത്തേണ്ട സ്ട്രീറ്റ് അല്ലെങ്കിൽ സിറ്റി എന്ന് ഓർത്താൽ മതി. അവിടെ നമ്മൾ ചെയ്യേണ്ട സർവേ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് വാട്ടർ സപ്ലൈ പൈപ്പ്, അതേപോലെ തന്നെ സീവർ, ഡ്രെയിനേജ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിന്റെ ലൈനിങ്, അതിന്റെ ഇതൊക്കെ ഒന്ന് തയ്യാറാക്കുന്നതാണ് സിറ്റി സർവേയിൽ. ഓക്കെ, വാട്ടർ സപ്ലൈ ലൈൻസ്, അതേപോലെ തന്നെ സീവർ ലൈൻസ് ഒക്കെ അതിന്റെ എന്ത് ചെയ്യണം? നമുക്ക് അതിന്റെ ആ ഒരു ലേ ഔട്ട് നിർമ്മിക്കുന്നതൊക്കെ ഏതായിരിക്കും? സിറ്റി സർവേ ആയിരിക്കണം. അതായത് സിറ്റിയിൽ പുതുതായിട്ടൊരു കൺസ്ട്രക്ഷൻ നടത്തണമെങ്കിൽ നടത്തേണ്ട സർവേ ആണ് എന്ത്? ഒരു ഡെവലപ്മെന്റ് വരുത്തണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ലൈൻസ് കൊടുക്കണം, ഒരു ഡ്രെയിനേജ് ഫെസിലിറ്റി കൊടുക്കണം, പുതിയൊരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു മെട്രോ വരണം. ഇതൊക്കെയാണ് എന്ത്? സിറ്റി സർവേയിൽ വരേണ്ടത്. ഓക്കെ, റോഡിന്റെ ഡെവലപ്മെന്റ്, പിന്നെന്താ, അങ്ങനത്തെ സിറ്റിയായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള സർവേ. കഡസ്ട്രൽ സർവേ എന്ന് പറയുമ്പോഴത്തേക്ക് ഓർത്തോളൂ, കഡസ്ട്രൽ സർവേന്റെ മറ്റൊരു പേരാണ് റവന്യൂ സർവേ. ഓക്കെ, നമ്മുടെ അതിർത്തി തർക്കം,
അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടിന്റെ ലൈൻ നമ്മൾ പുതിയതായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണം, ബൗണ്ടറി ഒന്ന് റീഫിക്സ് ചെയ്യണം, അതേപോലെ ഒരു പഞ്ചായത്തിന്റെ ബൗണ്ടറി സെറ്റ് ചെയ്യണം, ഡിസ്ട്രിക്റ്റിന്റെ ബൗണ്ടറി സെറ്റ് ചെയ്യണം. ഇങ്ങനത്തെ സർവേ എല്ലാം പ്രോപ്പർട്ടി ലൈൻസ് അതേപോലെ തന്നെ ഈ ഒരു ഔട്ട്ലൈൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന സർവേ ആണ് കഡസ്ട്രൽ സർവേ. പ്രോപ്പർട്ടി ലൈൻസ് അതേപോലെ തന്നെ ബൗണ്ടറി റീഫിക്സിങ്. അതിനുവേണ്ടി നടത്തുന്ന സർവേ ആണെന്ന് കഡസ്ട്രൽ സർവേ. റെഡി ആണോ? ഇപ്പൊ പറഞ്ഞേക്കുന്ന അത്രയും ക്ലിയർ ആണോ? എല്ലാരും ഞാൻ പറഞ്ഞു ഞാനിത് ചോദിക്കാനുള്ള കാരണം എന്താണ്? ഞാനിത് ചോദിക്കാണ്ട് ഞാൻ ഈ സ്ലൈഡ് തീർത്ത് കാണിച്ചുതരാം. അടുത്തത് നമ്മൾ പറയാനുള്ളത് ഇൻസ്ട്രുമെന്റ്സ് യൂസ്ഡ് ആണ്. ചെയിന്, കോമ്പസ്, പ്ലെയിന്, തിയോഡലൈറ്റ്, ടാക്കിയോമെട്രി, ഏരിയൽ ഫോട്ടോഗ്രാമെട്രി. ചെയിൻ ആണ്, ചെയിൻ ഉപയോഗിക്കുന്നു. കോമ്പസ് ആണെങ്കിൽ കോമ്പസ് ഉപയോഗിച്ച് നടത്തുന്ന സർവേ. പ്ലെയിൻ ടേബിൾ ഉപയോഗിച്ച് നടത്തുന്ന സർവേ ആണെങ്കിൽ പ്ലെയിൻ ടേബിൾ സർവേ. തിയോഡലൈറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ തിയോഡലൈറ്റ് സർവേ. തിയോഡലൈറ്റ് തന്നെ സ്റ്റഡി ഹയേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ടാക്കിയോമെട്രി. ഏരിയൽ സർവേ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ഡ്രോൺ ഉപയോഗിച്ചൊക്കെ നമ്മൾ സർവേ നടത്തുകയാണെങ്കിൽ ആണ് ഏരിയൽ സർവേ. കുറെ ഏരിയന്റെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ അവൈലബിൾ, സാറ്റലൈറ്റ് ഫോട്ടോഗ്രാഫ്സ് ഒക്കെ അവൈലബിൾ ആണ്. അത് വെച്ച് നമ്മൾ തുടങ്ങി ഫോട്ടോഗ്രാമെട്രി. അപ്പം ജസ്റ്റ് ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്ന അനുസരിച്ച് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ആണ് ഇത്. ഇനി അടുത്തത് ഒബ്ജക്റ്റീവ്, എന്തിനു വേണ്ടിയാണ് നടത്തുന്നത് വെച്ചിട്ടുള്ള ഒരു സർവേന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഇത് മിലിറ്ററി ക്ലാസിഫിക്കേഷൻ. സോറി, ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവ്. മിലിറ്ററി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മിലിറ്ററി പർപ്പസ്, നമ്മുടെ നേഷന്റെ സെക്യൂരിറ്റി, അതേപോലെ തന്നെ ബൗണ്ടറീസ്, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുന്നതിനാണ് മിലിറ്ററി സർവേ എന്ന് പറയുന്നത്. മൈൻ സർവേ എന്ന് പറയുമ്പോഴത്തേക്കും മിനറൽ വെൽത്ത്, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം മൈൻ ചെയ്തൊക്കെ എടുക്കണമെങ്കിൽ ആ ഒരു സോയിലിന്റെ താഴെ എന്തൊക്കെ മിനറൽസ് ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കണ്ടേ. അങ്ങനെ ആ മിനറൽ വെൽത്ത് കണ്ടുപിടിക്കുന്ന സർവേ ആണ് മൈൻ സർവേ. ജിയോളജിക്കൽ സർവേ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ എന്താണ് സബ്ജക്ട്? ജിയോ ടെക്നോളജി അല്ലെ? ജിയോ ടെക്നോളജി എന്താണ്? ഓരോ താഴോട്ടും, അതായത് നമ്മൾ സോയിലിന്റെ ഒക്കെ ഡേറ്റാസ് കളക്ട് ചെയ്യുന്നൊക്കെ കേട്ടിട്ടുണ്ടോ? സോയിൽ പ്രൊഫൈൽ, ഓരോ താഴോട്ടുള്ള ഓരോ ലെയറിലും എന്തൊക്കെയാണ് ആ ഒരു ഘടന പഠിക്കുന്നതാണ് എന്ത്? ജിയോളജിക്കൽ സർവേ എന്ന് പറയുന്നത്. അണ്ടർലൈയിങ് സ്ട്രക്ചറിന്റെ പ്രോപ്പർട്ടീസ്. ആർക്കിയോളജി എന്ന് പറയുമ്പോൾ എന്താണ്? ഹിസ്റ്ററി, ഓക്കെ, റിലിക്സ് ഓഫ് ആന്റിക്വിറ്റി എന്നൊക്കെ പറയും. ഒന്നുമില്ല, പുരാതന വസ്തുക്കളുടെ ഗവേഷണം, പഠനം, അതൊക്കെയാണ് ആർക്കിയോളജിക്കൽ സർവേ. ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഓരോ സ്ഥലത്തെയും പുരാവസ്തു, ഓരോ സർവേ, ഓക്കെ. ഗ്രാവിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ സ്ഥലത്തെയും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അവിടുത്തെ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ ഒക്കെ ഒന്ന് കണ്ടുപിടിക്കുന്നതാണ് ഗ്രാവിറ്റി സർവേ. ഞാൻ ഒറ്റ ഓക്കെ പോലും ചോദിക്കാണ്ട് ഇത്രയും നേരം പോയിട്ടുണ്ടേ. അടുത്തത് എഞ്ചിനീയറിംഗ് സർവേ. എഞ്ചിനീയറിംഗ് സർവേ എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻലി നമുക്ക് 3 എണ്ണം ചെയ്യാം. ആദ്യം തന്നെ നമ്മളിപ്പം ഒരു പ്ലോട്ട് കാണാൻ പോവുകയാണെന്ന് വിചാരിക്കുക. ആ പ്ലോട്ട് പോയി കണ്ട് നമ്മൾ അത് ഒരു ഐ ജഡ്ജന്റ് അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് നടന്ന് ആ പ്ലോട്ടൊക്കെ ഒന്ന് കണ്ട് ഏതാണ്ട് അളവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതാണ് എന്ത്? റെക്കഗ്നൈസൻസ് സർവേ. അതിനുശേഷം നമ്മൾ ആ പ്ലോട്ടിൽ എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ നടത്തണം. അപ്പൊ ആ കൺസ്ട്രക്ഷന് മുമ്പായിട്ട് അതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന അല്ലെങ്കിൽ എടുക്കുന്ന സർവേ ആണ് പ്രിലിമിനറി സർവേ. ബേസിക് ആയിട്ടുള്ള ഐഡിയാസും കാര്യങ്ങളും സോയിൽ ഡേറ്റാസും ഒക്കെ നമുക്ക് കിട്ടുന്നത് പ്രിലിമിനറി സർവേയിലായിരിക്കണം. ഏതാണ്? ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് പ്രിലിമിനറി സർവേ. ഡീറ്റെയിൽഡ് സർവേ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? നമ്മുടെ വർക്ക് ഗോയിങ് ആണ്, വർക്കിന്റെ സമയത്ത് നമ്മൾ നടത്തുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സർവേ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡീറ്റെയിൽഡ് സർവേ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ ഉള്ളൂ അല്ലെ? അപ്പം ഈ ഇത്രയാണ് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ. ഞാൻ അതിന് റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്നു. മുന്നോട്ട് പോക്കൂടെ? ഇവിടെ പൊരിഞ്ഞ മഴയാ. ഓക്കെ അല്ലേ? ഓക്കെ. അടുത്തത് സർവേന്റെ ബേസിക് പ്രിൻസിപ്പിൾ. നമ്മൾ ഓർക്കാനുള്ളത് ഇതാണ്, സ്ഥിരമായിട്ട് വരുന്നതാണ് ബേസിക് പ്രിൻസിപ്പിൾ. ഇത് തിരിച്ചും മറച്ചൊക്കെ ഇടാം. ചിലപ്പോൾ ഞാനും പോയാലും ഞാനും ചിലപ്പം തിരിച്ചു കുത്തിപ്പോകും. ഓർത്തല്ലോ, ഹോൾ ടു പാർട്ട്. ഹോൾ ടു പാർട്ട് അതാണ് എന്ത്? ബേസിക് പ്രിൻസിപ്പിൾ ആയിട്ട് വരുന്നത്. അപ്പം എല്ലാ ഓപ്ഷനും വായിക്കാം. നമ്മൾ ആദ്യം തന്നെ ഏല് ചിലപ്പോൾ കിടക്കുന്ന പാർട്ട് ഹോളായിരിക്കും, കാണുന്ന വട കുത്തിപ്പോകും. ഓക്കെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളോട് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പഠിച്ചാൽ മാത്രം പോരാ, കറക്റ്റ് ആ സമയത്ത് ശ്രദ്ധിച്ച് ആൻസർ ചെയ്യാനും പറ്റണം. ഓക്കെ, അപ്പം ആദ്യത്തെ പ്രിൻസിപ്പിൾ ആയിട്ട് ഓർക്കേണ്ടത് ഏതാണ്? വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട്. ഇനി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കണമെന്നില്ല. ഈ ഹോൾ ടു പാർട്ട് നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്?
ഫോൾട്ട് പാർട്ട് നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അക്യുമുലേഷൻ ഓഫ് ഇറേഴ്സ് ഒഴിവാവാനായിട്ട്. ഓൾ ഏരിയ ചെയ്യണം. എന്ത് കാരണത്താലാണ് നമ്മൾ ഫോൾട്ട് പാർട്ട് ചെയ്യുന്നത്? ഓപ്ഷൻസ് ആയിട്ട് ഓരോന്ന് വരും. അതിനകത്ത് ഓർത്തോളാം, അക്യുമുലേഷൻ ഓഫ് എറേഴ്സ് ഒഴിവാവാനായിട്ട്. ഓക്കെ, ഇപ്പം ഒരു വലിയൊരു ലൈൻ ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ ഒറ്റയടിക്ക് ഈ ലൈൻ മൊത്തം അങ്ങോട്ട് എടുക്കുകയല്ല, അല്ലെങ്കിൽ മൊത്തം ഈ പ്ലോട്ട് എടുക്കുകയല്ല. അതിനെ ചെറിയ ചെറിയ പ്ലോട്ട്സ് ആയിട്ട് നമ്മൾ തിരിക്കും, അല്ലെ? എന്നിട്ട് ഓരോ ഡേറ്റാസ് കളക്ട് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വർക്ക് പ്രോഗ്രസ് ചെയ്യുന്നത്. അപ്പം വലിയ ആ ലൈനിന്റെ മെഷർമെന്റ് ഒറ്റയടിക്കാൻ എടുത്താൽ എന്ത് സംഭവിക്കും? അതിനകത്ത് ത്രൂ ഔട്ട് എന്തോ എറർ ഉണ്ട്, അത് മൊത്തം എന്താണ് അക്യുമുലേറ്റ് ആയി പോവുകയാണ്. അപ്പം ഈ രീതിയിൽ ചെറിയ ചെറിയ പ്ലോട്ട് ആയിട്ട് അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ എന്താണ്, ഈ ഒരു അക്യുമുലേഷൻ ഓഫ് എറർ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതാണ് ഫോൾട്ട് പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കാര്യം പഠിക്കുക, ഫോൾട്ട് പാർട്ട് ആണെന്ന് പഠിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? അക്യുമുലേഷൻ ഓഫ് എറേഴ്സ് ഒഴിവാക്കാനാണ്. രണ്ടാമതായിട്ട് ന്യൂ പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു നോൺ പോയിന്റ്. അതായത് എയും ബിയും എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സ് നമുക്കറിയാം. പോയിന്റ് സി നമുക്ക് കണ്ടുപിടിക്കണം. ഇതും എന്താണ്? സർവേയിങ്ങിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. ചിലപ്പോൾ ഈ ലെങ്ത് അറിയാം, ഇതിനകത്ത് ഒരു ലെങ്ത് അറിയാം, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെ? എ ബി അറിയാം, ബിയിൽ നിന്ന് എയിലേക്കുള്ള ലെങ്ത് അറിയാമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതേപോലെ നമുക്കൊരു ആംഗിൾ അറിയാമെങ്കിലും ഇതേപോലെ ചെയ്യാൻ പറ്റും. ഈ ഹൈറ്റ് അറിഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഈ രീതിയിൽ രണ്ട് അറിയാവുന്ന പോയിന്റ് ഒന്ന് പുതിയൊരു പോയിന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമുക്ക് സർവേയിലൂടെ ചെയ്യാൻ പറ്റും. ആദ്യത്തെ പ്രിൻസിപ്പിൾ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഇനി നമ്മൾ ലീനിയർ മെഷർമെന്റ്സ് എടുക്കുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ ആംഗിൾസ് അതേപോലെ തന്നെ ലെങ്ത് എടുക്കുന്നതാണ് സർവേ ചെയ്യുന്നത്, അല്ലെ? അപ്പം ഇതേപോലെ ലീനിയർ മെഷർമെന്റ് എടുക്കേണ്ട കുറച്ച് രീതികളാണ് ഇവിടെ പറയുന്നത്. ഡയറക്റ്റ് മെത്തേഡ് ആണ് ആദ്യം. ഡയറക്റ്റ് മെത്തേഡ് നമ്മൾ ചെയിനോ ടേപ്പോ ഉപയോഗിച്ച് നമ്മൾ ജസ്റ്റ് നടക്കുന്നതിനാണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ഒപ്റ്റിക്കൽ മെത്തേഡ്. ഒപ്റ്റിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ലൈറ്റ് അതേപോലെ എന്തെങ്കിലും ഒരു റേസ് ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു റീഡിങ് എടുക്കുന്നതാണ്, ഈ ഡിസ്റ്റൻസ് എടുക്കുന്നതാണ് എന്ത്? ഒപ്റ്റിക്കൽ മെത്തേഡ്. ഈ ഡിസ്റ്റോമാറ്റ് ഒക്കെ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവും, അല്ലെ? ജസ്റ്റ് നമ്മൾ ആ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു ലേസർ പോകുന്നുണ്ടാവും, അപ്പം നമ്മൾ എവിടെയാണോ വേണ്ട ആ ഭാഗത്തെ ലെങ്ത് നമുക്ക് കിട്ടും ഡിസ്റ്റോമാറ്റ്, അല്ലെ? അപ്പം ഇതേപോലെ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചാണ് ഈ രണ്ടാമത്തെ മെത്തേഡ്. അതിനകത്തുള്ള ആദ്യത്താണ് EDM. EDMന്റെ എക്സ്പാൻഷൻ ചോദിച്ചു കാണാറുണ്ട്. ഇപ്പൊ ഞാനത് ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല, പല ഓപ്ഷൻസ് വരും. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിൽ തോന്നുന്ന ആൻസർ ഒന്ന് പറഞ്ഞു നോക്കുമോ? ഇലക്ട്രോ മാഗ്നറ്റിക് ഡിസ്റ്റൻസ് മെഷർമെന്റ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഡിസ്റ്റൻസ് മെഷർ, അങ്ങനെ പലതും. ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മീറ്റർ, ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെന്റ്, ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞു നോക്കിയേ. നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ഉത്തരം ഒന്ന് പറയാം. ഓപ്ഷൻ എയോ എന്തുവാ? ഓപ്ഷൻ എ എന്ന് പറയുമ്പോൾ എന്താ? ഇലക്ട്രോ മാഗ്നറ്റിക് ഡിസ്റ്റൻസ് മെഷർമെന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു, അല്ലെ? ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മീറ്റർ. ഷാക്കർ പറഞ്ഞേക്കുന്ന ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മീറ്റർ. വേറെ ആൻസറോട് പറയോ? ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെന്റ്. എല്ലാം കൂടെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കൺഫ്യൂഷൻ ആയിട്ടോ. ഓക്കെ, ഇനിയുണ്ടോ? ഇലക്ട്രോ മാഗ്നറ്റിക് വരുന്നില്ല ആർക്കും? ഓക്കെ, അത് ഷാക്കിർ പറഞ്ഞേക്കുന്ന കേട്ടോ, പറയട്ടെ. ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മീറ്റർ. ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മീറ്റർ. ഓക്കെ, ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മീറ്റർ. ഇനി മാറിപ്പോവോ? ഇല്ലാന്ന് പറഞ്ഞൂടെ നിങ്ങൾക്ക്? ഓക്കെ, അടുത്തത് ലൈറ്റ് വേവ്സ് ഉപയോഗിച്ച് ചെയ്യുന്ന കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ജിയോഡിമീറ്റർ, റേഞ്ച് ഫൈൻഡർ. അപ്പൊ ലൈറ്റ് വേവ്സ് ഉപയോഗിച്ച് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ് ജിയോഡിമീറ്റർ അതേപോലെ റേഞ്ച് ഫൈൻഡർ. മൈക്രോവേവ്സ് ഉപയോഗിച്ച് ചെയ്യുന്ന കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ആണ് ഡിസ്റ്റോമാറ്റ്, ഡെക്ക നാവിഗേറ്റർ, ടെലൂറിമീറ്റർ, ഒമേഗ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ്സ് എല്ലാം. ആ രീതിയിലൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ആ ഒരു ഫുൾ ഫോം ഒന്ന് ഓർത്തിരുന്നാൽ നല്ല വന്നിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് മെത്തേഡ്സ് ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് പേസിങ്, വാക്സോമീറ്റർ, പെഡോമീറ്റർ, പെരാമ്പുലേറ്റർ, ഓഡോമീറ്റർ ഒക്കെ. ഓക്കെ, ഒരു 5 മിനിറ്റ് എടുക്കാം. പേസിങ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആദ്യം സൈറ്റിൽ പോയിട്ട് വെറുതെ നടന്ന് നമ്മൾ അവിടുത്തെ അളവ് എടുക്കുന്നതിനാണ് പേസിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു 10 സ്റ്റെപ്പ് നടക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ 10 സ്റ്റെപ്പ് ജസ്റ്റ് നമ്മൾ നടക്കാൻ നേരത്തെ, ഇപ്പൊ ക്രിക്കറ്റേഴ്സ് ഒക്കെ പോകാൻ നേരത്തെ അവർ റണ്ണപ്പ് എണ്ണി പോകുന്നുണ്ടല്ലേ, അതേപോലെ നമ്മൾ നടന്ന് മെഷർ ചെയ്യുന്നതാണ് പേസിങ് എന്ന് പറയുന്നത്. ക്രിക്കറ്റ് ബോളർമാരൊക്കെ. അപ്പം അറിയേണ്ടത്, ഇങ്ങനെ നടക്കുമ്പോൾ ആ സ്റ്റെപ്പ് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ എണ്ണണം, അല്ലെ?
അപ്പം ആവറേജ് പേസ് ലെങ്ത് ആ ഒരു വാല്യൂ ഒന്ന് ഓർത്തിരുന്നേക്ക് കേട്ടോ. 75 മുതൽ 85 സെന്റിമീറ്റർ ആണ് ആവറേജ് പേസ് ലെങ്ത് എന്ന് പറയുന്നത്. 80 സെന്റിമീറ്റർ ആണ് നമ്മൾ ഓർക്കേണ്ടത്. 80 സെന്റിമീറ്റർ ആവറേജ് പേസ് ലെങ്ത്. ഇനി നമ്മുടെ കയ്യിൽ ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്, നമ്മൾ നടന്നാൽ മതി ഓട്ടോമാറ്റിക് ആയിട്ട് എത്ര നമ്പർ ഓഫ് പേസ്, എത്ര സ്റ്റെപ്പ് നമ്മൾ വെച്ചു എന്ന് കൗണ്ട് ചെയ്യുന്നതാണ് എന്ത്, പേസോമീറ്റർ. കൗണ്ട്സ് നമ്പർ ഓഫ് പേസസ്, എത്ര സ്റ്റെപ്പ് നമ്മൾ നടന്നു എന്നുള്ളത്. ഇനി പെഡോമീറ്റർ, പെഡോമീറ്റർ എന്ന് പറയുമ്പോൾ ഇതിന്റെ കുറച്ചും കൂടെ മുന്നേ, കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് പേസ് എത്രയാണെന്ന് എണ്ണുകയും ചെയ്യും, അതേപോലെ എത്രയാണ് ഡിസ്റ്റൻസ് എന്ന് ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യും. കൗണ്ട്സ് ആൻഡ് ഡിസ്പ്ലേസ് ഡിസ്റ്റൻസ്, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പെഡോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി പെരാമ്പുലേറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സ്റ്റിക്കിൽ മൗണ്ട് ചെയ്ത ഒരു വീലാണ്. ഇത് നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ജസ്റ്റ് ഒരു റോഡിന്റെ അലൈൻമെന്റ് സമയത്ത് നമുക്ക് കാണാം ഒരു റൊട്ടേറ്റിംഗ് വീൽ ഇങ്ങനെ നടുക്കൂടെ കൊണ്ടുപോകുന്നത്. ഈ റൊട്ടേറ്റിംഗ് അനുസരിച്ച് എത്ര റൊട്ടേഷൻസ് എടുത്തു എന്നും എത്രയാണ് അവിടുത്തെ ഡിസ്റ്റൻസ് കവേർഡ് നമുക്ക് കിട്ടുന്ന ഇൻസ്ട്രുമെന്റ് ആണെന്ന് പെരാമ്പുലേറ്റർ. ഓക്കെ, നമ്പർ ഓഫ് റൊട്ടേഷൻസ് വെച്ചിട്ട് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു എന്നുള്ളതാണ് എന്ത്, പെരാമ്പുലേറ്റർ. ഓട്ടോമൊബൈൽസ് അതേപോലെ തന്നെ വെഹിക്കിൾസിൽ ഡിസ്റ്റൻസ് അളക്കുന്ന ആ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്, ഓഡോമീറ്റർ. സ്പീഡോമീറ്റർ പോലെ തന്നെ ഓഡോമീറ്റർ എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽസിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, അപ്പം പേസോമീറ്റർ, പെഡോമീറ്റർ, പെരാമ്പുലേറ്റർ, ഓഡോമീറ്റർ എല്ലാം ഓക്കെ ആണോ? ഒരു റൊട്ടേറ്റിംഗ് വീൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പെരാമ്പുലേറ്റർ ഓർത്താൽ മതി. ഓക്കെ, അടുത്തത് ചെയിൻ സർവേയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ചെയിൻ സർവേന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ആ പ്ലോട്ടിനെ പല ട്രയാങ്കിൾസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുവാണ് അല്ലെ. അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സിന്റെ പേരുകൾ നമുക്ക് നോക്കാം. ചെയിന്, റേഞ്ചിങ് റോഡ്, ആരോ, ഓഫ്സെറ്റ് റോഡ്, ക്രോസ് സ്റ്റാഫ്, പ്ലം ബോബ്, വുഡൻ പെഗ്. ഓക്കെ, ചെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, ഓരോന്നായിട്ട് എടുക്കാം. റേഞ്ചിങ് റോഡും ആരോ എല്ലാം ഞാൻ പറയാം. റേഞ്ചിങ് റോഡ് എന്ന് പറയുന്നത് നമ്മൾ റേഞ്ച് ചെയ്യാൻ നേരത്തെ നമ്മൾ കീപ്പ് ചെയ്യുന്ന ആ ഒരു എന്താണ്, സ്റ്റിക്ക് അല്ലെ. ആരോ എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ ചെയിനിന്റെയും കൂടെ നമ്മൾ കൊടുക്കുന്ന ചെറിയ ആ ഒരു സ്റ്റീലിന്റെ ത്രെഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആരോ എന്ന് പറയുന്നത്. ഓഫ്സെറ്റ് റോഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഓഫ്സെറ്റ് എടുക്കാൻ നേരത്തെ നമ്മൾ കൊടുക്കുന്ന എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആ ഒരു റോഡിന് ഓഫ്സെറ്റ് റോഡ് എന്ന് പറയുന്നത്. ക്രോസ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന റോഡിനെയാണ് നമ്മൾ ക്രോസ് സ്റ്റാഫ് എന്ന് പറയുന്നത്. പ്ലം ബോബ്, വുഡൻ പെഗ്. പ്ലം ബോബ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മേലിരിക്കുന്ന ഒരു പ്ലെയിൻ ടേബിളിലൊക്കെ ഒരു പോയിന്റ് നമുക്ക് താഴേക്ക് എടുക്കണമെങ്കിൽ, അതേപോലെ വെർട്ടിക്കൽ ഓഫ്സെറ്റ് കിട്ടാൻ വേണ്ടി കൊടുക്കുന്നതാണ് പ്ലം ബോബ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേഷൻസ് ഒക്കെ രേഖപ്പെടുത്താനായിട്ട് കൊടുക്കുന്നതാണ് വുഡൻ പെഗ്. അപ്പം ആദ്യത്തത് ചെയിൻ. ഇൻസ്ട്രുമെന്റ് പേര് മാത്രം അവിടെ പറഞ്ഞിട്ടുള്ളൂ, ഓരോന്നായിട്ട് ഇവിടെ പറയാം കേട്ടോ. ചെയിൻ പഠിക്കാം. റെഡി അല്ലേ? എല്ലാവരും റെഡിയാണോ? ഓക്കെ, ചെയിൻ പല ചെയിനുകളുണ്ട്. ഇവിടെ പറഞ്ഞേക്കുന്ന മെട്രിക് ചെയിൻ ആണ്. മെട്രിക് ചെയിനിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 20 മീറ്റർ അല്ലെങ്കിൽ 30 മീറ്റർ ലെങ്ത്തിൽ തരുന്ന ചെയിൻസിനാണ് നമ്മൾ മെട്രിക് ചെയിൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ മെമ്പേഴ്സ് എന്ന് പറയുന്ന ഓരോ റിങ് നിങ്ങൾ ഇങ്ങനെ കാണുന്നില്ലേ, അത് അങ്ങനെ കോമ്പോസ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സ് ആണ് ഈ ചെയിനുകളിൽ മൊത്തം. അപ്പം ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഗാൽവനൈസ്ഡ് അയൺ മെറ്റീരിയൽ കൊണ്ടാണ്. എന്ത് ചെയ്യിക്കുന്നത്, ഈ ചെയിന് ഗാൽവനൈസ്ഡ് അയൺ സ്റ്റീൽ വയർ കൊണ്ടാണ് ഈ ഓരോ റിങ്ങും ഉണ്ടാക്കിയേക്കുന്നത്. ചെയിനിന്റെ മെമ്പേഴ്സ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത് ഗാൽവനൈസ്ഡ് മൈൽഡ് സ്റ്റീൽ ബാർ കേട്ടോ, സോറി, ഗാൽവനൈസ്ഡ് മൈൽഡ് സ്റ്റീൽ വയേഴ്സ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഈ മെറ്റീരിയൽസ് ഉണ്ടായിരിക്കുന്നത്. ഇനി ഓരോന്നായിട്ട് പറയാം. ഓക്കെ, ആദ്യം നമ്മൾ ഹാൻഡിൽ മേഡ് ആക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഹാൻഡിൽ ഇസ് മെയ്ഡ് ഓഫ് ബ്രാസ് അല്ലെ. ഈ ഹാൻഡിലിനകത്ത് ഇവിടെ ഒരു ചെറിയൊരു ഹോൾ കണ്ടിട്ടുണ്ടോ? ഈ ഹോൾ എന്തിനു വേണ്ടിയിട്ടാണ്? ആരോ ഫിക്സ് ചെയ്യാനായിട്ട്. ഇതിനകത്തോടെ ആരോ ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ആ എൻഡ് മാർക്ക് ചെയ്യുന്നത്. ഫിക്സിങ് ആരോ, ഒരു ഹോൾ ഉണ്ടാവും അല്ലെ. ഇനി നമ്മൾ ഈ ചെയിൻ കെട്ടുകൂടാണ്ടിരിക്കാൻ ഈ ബ്രാസ് ഹാൻഡിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. മൊത്തത്തിൽ ചെയിൻ റൊട്ടേറ്റ് ചെയ്യാണ്ട് തന്നെ അവിടെ ഒരു ബെയറിംഗ് പോലെ ഉണ്ട്. ആ ഒരു ജോയിന്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്വിവൽ ജോയിന്റ് എന്ന് പറയുന്നത്.
ഓക്കെ, ഷിവൽ ജോയിന്റ്. അവിടെ ആ കൊടുത്തിരിക്കുന്ന ബോൾട്ടിനെ നമ്മൾ പറയുന്നത് ഐ ബോൾട്ട്. ഇത്രയും കാര്യം ഓക്കെ ആണോ? ആക്കിയിരിക്കുന്നത് ഹാൻഡിലെ ഹോള്, ജോയിന്റ്, ബോൾട്ട്. ഇത്രയും കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഓരോ മീറ്റർ കഴിയുമ്പോഴത്തേക്കും ഒരു ബ്രാസ് റിംഗ് ഉണ്ടാവും എന്ന് ഓർത്തോളാം. ഇവിടെ ഇങ്ങനെ താഴേക്ക് ഒരു ബ്രാസ് റിംഗ് ഉണ്ടാവും. ഫോർ എവരി 1 meter ഡിസ്റ്റൻസ് 1 ബ്രാസ് റിംഗ് ഉണ്ടാവും. ഓരോ 5 മീറ്റർ കഴിയുമ്പോഴും ഒരു ടാലി ഉണ്ടാവും. ഇവിടെ നമുക്കൊരു ടാലി കാണാം. ഓക്കെ, ഫോർ എവരി 5 meter ടാലി. ഇതേപോലെ തന്നെ സിംഗിൾ ടാലി, ഡബിൾ ടാലി, ട്രിപ്പിൾ ടാലി, അങ്ങനെ അതിനകത്ത് എത്രയാണോ അതിനകത്ത് ആ ഒരു ലെഗ് ഉള്ള അതനുസരിച്ച് ടാലീസ് നമുക്ക് മാറിക്കാം. അപ്പം സിംഗിൾ ടാലി എന്ന് പറയുമ്പോൾ 1 മീറ്റർ കഴിഞ്ഞായിരിക്കും, പിന്നെ 2 മീറ്റർ കഴിഞ്ഞ്. അപ്പൊ രണ്ട് ഭാഗത്തുനിന്നും, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 മീറ്റർ കഴിയുമ്പോൾ സിംഗിൾ ടാലി കാണാം. ഇതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കഴിയുമ്പോഴും സിംഗിൾ ടാലി കാണാം. അപ്പൊ ടാലി എന്ന് പറയുന്നത് 5 മീറ്റർ കഴിഞ്ഞിട്ടായിരിക്കും. 1 മീറ്റർ കഴിയുമ്പോൾ ഉള്ളത് ബ്രാസ് റിംഗ് ആയിരിക്കും. ഇത്രയും കാര്യം ചെയിനിൽ നിന്ന് പഠിച്ചോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി നമ്മൾ മെട്രിക് ചെയിന്റെ ടോളറൻസ് പറയാറുണ്ട്. 20 മീറ്റർ ചെയിൻ ആണെങ്കിൽ +or- 5 mm ആണ് ടോളറൻസ്. ഇപ്പൊ നമ്മളിവിടെ 30 മീറ്റർ ചെയിൻ അല്ല കിടക്കുന്നത്, ഇവിടെ കണ്ടില്ലേ +or- 8 mm. 30 മീറ്റർ ചെയിൻ ആണെങ്കിൽ +or- 8 mm ആണ് എന്ത് അതിന്റെ ടോളറൻസ് എന്ന് പറയുന്നത്. അതായത് ചെറിയ ഒരു മാറ്റം വരാം. ടോളറൻസ് പറയുമ്പോൾ അതുവരെ പെർമിറ്റ് ചെയ്യുന്നുണ്ട്, അത്രയും മാറ്റം വരെ പെർമിറ്റ് ചെയ്യുമെന്ന്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയിനിൽ നിന്ന് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് ചെയിൻ കൂടെ നോക്കാം. മെട്രിക് ചെയിൻ ഉണ്ട്, എഞ്ചിനീയേഴ്സ് ചെയിൻ ഉണ്ട്, ഗണ്ടേഴ്സ് ചെയിൻ. അപ്പൊ ഓരോന്നായിട്ട് പഠിച്ചങ്ങ് പോവാ അല്ലെ. മെട്രിക് ചെയിൻ ഇപ്പൊ പറഞ്ഞായിരുന്നു, തന്നിരിക്കുന്ന ലെങ്ത് എന്ന് പറയുന്നത് 20 മീറ്റർ ചെയിൻ ആണ്, അല്ലെങ്കിൽ 30 മീറ്റർ ചെയിൻ ആണ്. അതിനകത്ത് നമ്മൾ അതായത് ആ ഒരു മീറ്റർ കഴിയുന്നതിന് ഇടയ്ക്ക് ഓരോരോ ലിങ്ക്സ് ഉണ്ട് അല്ലെ. അപ്പം ഒരു ലിങ്ക് എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണ്. ഈച്ച് ലിങ്ക് എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണ്. 20 മീറ്റർ ചെയിൻ ആണെങ്കിൽ നമുക്ക് 100 ലിങ്ക് ഉണ്ട്. 30 മീറ്റർ ചെയിൻ ആണെങ്കിൽ 150 ലിങ്ക് ഉണ്ട്. ഓക്കെ, മെട്രിക് ചെയിന്റെ ലെങ്ത് ചോദിച്ചില്ലെങ്കിലും ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഇതും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ വരാറുണ്ട്, സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, നോട്ട് ചെയ്തേക്കാം. ഇനി അടുത്തത് എഞ്ചിനീയേഴ്സ് ചെയിൻ. എഞ്ചിനീയേഴ്സ് ചെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും ഓർത്തോളാം, നമ്മൾക്ക് മെട്രിക് സിസ്റ്റത്തിൽ നിന്ന് മാറി നോൺ മെട്രിക് ആയിട്ടുള്ള ചെയിനുകളാണ് ഇനി എല്ലാം പഠിക്കാറുള്ളത്. എഞ്ചിനീയേഴ്സ് ചെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 100 ഫീറ്റ് ആണ്. നമ്പർ ഓഫ് ലിങ്ക്സ് എന്ന് പറയുന്നത് 100 ലിങ്ക് ആണ്. ഓരോ ലിങ്കും എത്രയായിരിക്കും? അപ്പം ഓരോ ലിങ്കും 1 ഫീറ്റ് ആയിരിക്കും അല്ലെ. സിമ്പിൾ ആയിട്ട് ഓർക്കാം. അടുത്തത് ഗണ്ടേഴ്സ് ചെയിൻ. ഗണ്ടേഴ്സ് ചെയിന്റെ മറ്റൊരു പേരാണ് സർവേയേഴ്സ് ചെയിൻ. ഇതിന് ചെറിയൊരു മാറ്റമുണ്ട്. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 66 ഫീറ്റ് ആണ്. നമ്പർ ഓഫ് ലിങ്ക്സ് ഇവിടെയും എത്ര തന്നെയാണ്? 100 ലിങ്ക് തന്നെയാണ്. അപ്പം അതിന്റെ ഒരു ലിങ്കിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 0.66 ഫീറ്റ് അല്ലെ. പഠിക്കണം കേട്ടോ. അടുത്തത് റവന്യൂ ചെയിൻ. ഓക്കെ, റവന്യൂ ചെയിനിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 33 ഫീറ്റ് ആയിരിക്കും കേട്ടോ. നമ്പർ ഓഫ് ലിങ്ക്സും കൂടെ ഒന്ന് പഠിക്കണം. നമ്പർ ഓഫ് ലിങ്ക്സ് 16 ലിങ്ക്സ് ആയിരിക്കും. ഓക്കെ, 16 ലിങ്ക്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടൈപ്സ് ഓഫ് ചെയിനിൽ നിന്ന് പഠിക്കാനുള്ളത്. നമ്പർ ഓഫ് ലിങ്ക്സ് എന്ന് പറയുന്നത് 16 ലിങ്ക്. ഓക്കെ, ഇനി റവന്യൂ ചെയിനിൽ നിന്ന് ഓർക്കാനുള്ളത് കാഡസ്ട്രൽ സർവേയിലെ. കാഡസ്ട്രൽ സർവേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ചെയിൻ ആണ് റവന്യൂ ചെയിൻ കേട്ടോ. ഓക്കെ, ടൈപ്സ് ഓഫ് ചെയിൻ ഓക്കെ ആണോ? ഓക്കെ, ഞാൻ ഇൻസ്ട്രുമെന്റ്സോട് വേഗം പറയാം. ടേപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ലീനിയർ മെഷർമെന്റ് എടുക്കാനാണ്. അതിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.1 mm ആണ്. ഇത് പല ടൈപ്സ് ആണ്. അതിന്റെ മെറ്റീരിയൽ അനുസരിച്ച് ക്ലോത്ത്, മെറ്റാലിക്, സ്റ്റീൽ അല്ലെങ്കിൽ ഇൻവാർ. അപ്പം ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കാനുള്ളത്
സ്റ്റീൽ അല്ലെങ്കിൽ ഇൻവാർ ടേപ്പ് എപ്പോഴാണ്, അല്ലെങ്കിൽ അതിന്റെ കോമ്പോസിഷൻ ഹൈ പ്രിസിഷൻ ഉള്ള വർക്കിനാണ് നമ്മൾ ഇൻവാർ ടേപ്പ് ഉപയോഗിക്കുന്നത്. ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ടേപ്പ് എന്ന് പറയുന്നത് ഏതാണ്? ഇൻവാർ ടേപ്പ് ആണ്. ഇതിനകത്തുള്ള പെർസെന്റേജ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് 64%, നിക്കൽ എന്ന് പറയുന്നത് 36%. ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് വളരെ ലോ ആയതുകൊണ്ട് തന്നെ ആ ഒരു ആക്യുറസി വളരെ കൂടുതലായിരിക്കും ഏതിന്? ഇൻവാർ ടേപ്പിന്. അതിന്റെ കോമ്പോസിഷനും കൂടെ പഠിക്കണം. അങ്ങനെ തന്നെ വരും. ഏറ്റവും ഹൈ പ്രിസിഷൻ അല്ലെങ്കിൽ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ബേസ് ലൈൻ ഒക്കെ നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി ഏത് ടേപ്പാണ് ഉപയോഗിക്കേണ്ടത്, അതേപോലെ തന്നെ ഇതിന്റെ കോമ്പോസിഷനും വരും. സ്റ്റീൽ എന്ന് പറയുന്നത് 64%, നിക്കൽ എന്ന് പറയുന്നത് 36%. ബാക്കിയൊക്കെ അതിനകത്ത് മേക്ക് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ അനുസരിച്ചാണ്. അതിന്റെ ലെങ്തും കാര്യങ്ങളൊക്കെ അത്ര ഇമ്പോർട്ടന്റ് അല്ല. ജസ്റ്റ് ഇൻവാർ ടേപ്പാണ് നമ്മൾ ടേപ്സിൽ നിന്ന് പഠിക്കുമ്പോൾ ഏറ്റവും ഉറപ്പായിട്ടും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. റേഞ്ചിങ് റോഡ്, ആരോ, ക്രോസ് സ്റ്റാഫ്, പിന്നെ എറേഴ്സും കാര്യങ്ങളും കൂടെ നമുക്ക് അടുത്ത സെക്ഷനിൽ കവർ ചെയ്യാം. ഇന്ന് നമ്മൾ സർവേന്റെ ഫസ്റ്റ് സെക്ഷൻ ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷനും അതേപോലെ തന്നെ ചെയിൻ സർവേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചെയിനിങ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇൻസ്ട്രുമെന്റ്സും ഇതേപോലെ തന്നെ എറർ ആയിരിക്കും. അത് നമുക്ക് അടുത്ത ദിവസം കണ്ടിന്യൂ ചെയ്യാം. എറേഴ്സ് സിലബസിൽ ഇല്ല, എന്നാലും നമുക്ക് ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞു പോവാം. ഓക്കെ, അപ്പം ഇന്നത്തെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യുവാണ്. താങ്ക് യു.